അപ്പം ഞാൻ തലേദിവസം ഈ കാണുന്ന കപ്പ് കൊണ്ട് ഒരു കപ്പ് ഉഴുന്ന് കുതിർത്താൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാലത്തൊരു മോർണിംഗ് ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് അത് അരയ്ക്കാനിടാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അരിയല്ല കുതിർത്തായിട്ടിരിക്കണേ, ഒരു 2 കപ്പ് ഓട്സും 2 കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഞാൻ അരയ്ക്കണേ. അത് കാരണം 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത്. നന്നായി അരയ്ക്കണം. അപ്പോൾ ദോശയ്ക്ക് ആവുമ്പോൾ പുളിക്കൊന്നും വേണ്ടല്ലോ. ഇപ്പം 5:30 അരച്ച് വെച്ച ഒരു 7:30 8 മണിയാവുമ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ കേട്ടോ. അങ്ങനെ ഞാൻ 1 കപ്പ് ഉഴുന്നിന് 2 കപ്പ് ഓട്സും 2 കപ്പ് റാഗി പൗഡറും ഇട്ട് നന്നായി ഒന്ന് അരച്ച് മിക്സാക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് അളവിന് വെള്ളം മാത്രം വെച്ചിട്ട് മിക്സാക്കി വെച്ചിരിക്കണേ. ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. നമ്മളപ്പം ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7:30 7:45 ആകുമ്പോഴേ ഇനി ഉണ്ടാക്കി തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. 2 ട്രിപ്പ് അരച്ച കാരണം രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ മാവ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ പിന്നെയും കാണാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായി ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടാം കേട്ടോ. എൻ്റെ മോൾക്ക് കടുക് അധികം ഇഷ്ടമില്ല, അത് കാരണം ഞാൻ കുറച്ചിട്ട്. കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതലിട്ടോളൂ കേട്ടോ. അതുപോലെ മുളകും ഇട്ടിട്ടില്ല, വറ്റൽമുളക്. പിന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മുടെ സവോളയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സവോളയൊക്കെ നന്നായി ചേർക്കണം. ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടാണ് മസാല ഉണ്ടാക്കണേ കേട്ടോ. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, അപ്പോൾ അത് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സവോള ഞാൻ മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി പൊടിച്ച് വയ്ക്കാം. നമുക്ക് പൊടിച്ച് വയ്ക്കാൻ പറ്റിയില്ല, തൊലി കളയാനേ പറ്റുള്ളൂ, അതിൻ്റെ സ്കിൻ പീൽ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. ഒന്ന് വഴന്നു വന്നപ്പോഴേ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടി ഉണ്ടെങ്കിൽ അത് ഇടാട്ടോ. അത് ഞാൻ പൊടി ഉണ്ടാകുന്നില്ല, ചതയ്ക്കാൻ സമയം ഉണ്ടായില്ല, അപ്പം ഞാനത് നടുക്കതിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടോ. കുറച്ച് ഉപ്പ്, ഞാൻ ആദ്യം ഉപ്പിട്ടുണ്ടാകുന്നില്ല, ഇപ്പോഴും ഉപ്പിട്ട്. സാരില്ല, കുഴപ്പമില്ല, മറന്നു പോയതാ. പിന്നെ ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്തു കേട്ടോ. നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ജസ്റ്റ് കയ്യിലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ സാധനം പെട്ടെന്നാവും. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ ഉപ്പൊക്കെ ഒന്ന് നന്നായി ഉരുളക്കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് മാറ്റി വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞു. ദോശ പൊങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഇതുണ്ട്, കുറച്ചൊന്ന് ഒരു പൊന്താൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം. അപ്പോൾ ഞാൻ കോരി ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഉപ്പ് ചേർക്കണം കേട്ടോ. മുമ്പ് അരച്ച് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടാകുന്നില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കണേ. പിന്നെ ഒരു പാൻ എടുക്കുക. നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ഒരു കയ്യിൽ നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ച് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കണേ, റാഗി ഓട്സ് മസാല ദോശ. എന്തായാലും അത് ആ ചൂട്ടോട് കൂടി കഴിക്കുമ്പോൾ ഇല്ലേ, ഈ റാഗിയാണ് ഓട്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഒന്നും അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊന്ന് നെയ്യ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂവി കൊടുത്തു. വേണ്ടവർക്ക് മതിയിട്ടാ. ഫ്രൈ പാനായ കാരണം അതില്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊക്കെ വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മസാലയും കൂടി വെച്ച് ഒന്ന് മടക്കിയെടുത്തു. നമുക്കിനി ചൂട്ടോടുകൂടി ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കണേ. അപ്പോൾ മസാല ദോശ റെഡിയായി. ഇനി ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? തക്കാളി ചമ്മന്തി ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതിൽ ഒന്ന് ചൂടാവുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നുള്ള് ജീരകം ഇട്ട് പൊട്ടിച്ചു. കാരണം ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അത് വേണ്ടവർക്ക് മതി കേട്ടോ. പിന്നെ കുറച്ച് 1 സ്പൂൺ തന്നെ നമ്മുടെ ഉഴുന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി വേണ്ടത്
നന്നായി ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോഴാണ് മിക്സിയിൽ അടിക്കുമ്പോൾ അതൊക്കെ നന്നായി ഒന്ന് പൊടിഞ്ഞ് നന്നായി അരഞ്ഞ് വരുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. വേണ്ട, നന്നായി ഒന്ന് ബ്രൗൺ കളറായാൽ മതി. അതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റാം. പെട്ടെന്നാവും ഇത്. പിന്നെ ഇതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളക് ചേർക്കണേ. ഈ സവോളയ്ക്ക് പകരം ചെറിയുള്ളിയില്ലേ, ചുവന്നുള്ളി, അത് ചേർത്താൽ ടേസ്റ്റ് കൂടും. സമയമില്ലാത്ത കാരണം ഞാൻ സവോള യൂസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് മിക്സ് ആക്കാം കേട്ടോ. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കണം കേട്ടോ, മറന്നുപോയി. ഇതിലും മറന്നുപോയി ഉപ്പ് ചേർക്കേണ്ട കാര്യം. ലാസ്റ്റാണ് ഞാൻ ചേർത്തത് ഉപ്പ്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ 1 സ്പൂൺ ഏകദേശം നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതും കൂടി മിക്സ് ആക്കിയിട്ടാണ്. പിന്നെ ഞാനിതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ട് പാനിൽ വേണമെങ്കിൽ കടുക് താളിക്കാം കേട്ടോ. ഞാൻ കടുക് താളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പാനിൽ വെച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക ചെയ്തേ. നാശാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. മോള് കൊണ്ടുപോകുമ്പോൾ നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ഒന്ന് തിളപ്പിച്ചത്. പക്ഷെ അത് നാശമായിട്ടുണ്ടായിരുന്നില്ല, നല്ല തന്നെയായിരുന്നു. നന്നായി ഒന്ന് ഞാൻ തിളപ്പിച്ച് കുറുക്കിയെടുത്തു കേട്ടോ. അത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. എനിക്കിഷ്ടമായിട്ടാവും. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ. ഉച്ചയ്ക്ക് പിന്നെ ചെറിയ കുട്ടി ദോശ, അതും ചമ്മന്തിയും. പിന്നെ ഞാൻ കാലത്തെ മസാല ദോശയുടെ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. രാത്രി പിന്നെയും ദോശ തന്നെയായിരുന്നു. ഇത്തവണ കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതില്ലേ, എന്താ അതിൻ്റെ പേര് പറയുക, സവോള ചെറുതായി അരിഞ്ഞിട്ട് അത് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സവോള ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അലുകലുക പോലെയുള്ളത് മാറി ഓരോന്നോരോന്ന് സെപ്പറേറ്റായി വരും. അതതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ ഒരു നുള്ള് ചതച്ച മുളകില്ലേ, നമ്മുടെ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാൻ നല്ലത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചതച്ച നമ്മുടെ വറ്റൽമുളക് ഇട്ടേ. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ അങ്ങോട്ട് വേവിച്ച് മുരിച്ചെടുത്ത് അതും ചട്നിയും കൂടിയിട്ടാണ് കേട്ടോ രാത്രി കഴിച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഫുള്ള് 3 നേരം ദോശ ഐറ്റംസ് ആയിരുന്നു കേട്ടോ.